നോക്കൂ, എന്റെ കൂടെ ഉള്ള ഒരു ബ്രേക്ക് ഡാൻസിന്റെ കിങ് ആണ്. ഈ പുലിയൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരു മൂവി ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ കൂടെയുള്ള ഒരു ബ്രേക്ക് ഡാൻസിന്റെ കിങ് ആണ്. അതെ, തൃശ്ശൂർക്കാരുടെ സ്വന്തം ഷെൽട്ടൻ ചേട്ടൻ. ചേട്ടാ കലക്കി, ഇതെന്താണിത്? വരട്ടെ, പടങ്ങൾ വരട്ടെ. നമ്മളന്ന് കാലഘട്ടത്തിൽ കളിച്ച് നടന്ന അന്ന് അതിന് സഫർ ചെയ്ത ബുദ്ധിമുട്ട് എന്തോരം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ നമ്മളിവിടേക്ക് എത്തിയത്. പക്ഷെ ആ കാലം ആലോചിക്കുന്നു, എടുക്കുന്നു, സിനിമ വരുന്നു. നമുക്കൊരു അത് കാണുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സുഖം വേറെയാണ്. അത് ഏകദേശം ഫലിപ്പിച്ചിട്ടുണ്ട് അവര്. ശരി, ഈ മൂൺ വാക്ക് ആണോ? മൂൺ വാക്ക് ശരിക്കും ബ്രേക്ക് ഡാൻസിലുള്ളതാണോ? ബ്രേക്ക് ഡാൻസ് ഉൾപ്പെടുത്തിണ്ടത്. ബ്രേക്ക് ഡാൻസ് രണ്ടത്. സിഗ്നേച്ചർ ഞാനിത് മൂന്ന് വാക്ക് കാണിക്കല് വളരെ കുറവാണ്. അത് തുടക്കത്തിൽ കാണിച്ചു എന്നല്ലാണ്ട് പിന്നീടൊക്കെ ഞാൻ മാറി 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 ഇലക്ട്രിക്, മറ്റേ റോബോട്ടിക്, പോപ്പിംഗ്, ഷിവറിങ്, കട്ടിങ് അതിലേക്ക് തിരിഞ്ഞു. അതാണ് എന്റെ ഐഡന്റിറ്റി. അങ്ങനത്തെ ഡാൻസ് മാത്രമല്ലോ, ഇല്ല. ഒരു ഓൾ കേരള കോമ്പറ്റീഷനിൽ വിജയിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര നാള് മുമ്പ്? അത് 89 ഫെബ്രുവരി 5-ാം തീയതി. നിങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു അത്. ഓക്കെ, ആരൊക്കെയായിരുന്നു കോമ്പറ്റീറ്റേഴ്സ്? അവന് ഒരു കേരളത്തിൽ ഒരു മിക്ക ടീം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ 2 ടീം, ഫുട് ലൂസേഴ്സ്, സ്പിൻഡിൽസ്, പിന്നെ കോട്ടയം. എല്ലാതും 51 സിംഗിൾ തന്നെ ഉണ്ടായിരുന്നു. സിംഗിൾ ഡാൻസിന് 51 പേര് ഉണ്ടായിരുന്നു കളിക്കാൻ. നമ്മള് കപ്പടിച്ചു ഫസ്റ്റ്. എന്റെ പൊന്നെ. അല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ ആരെ ഫോളോ ചെയ്യണേ ഈ ഡാൻസിന്റെ ഭാഗമായിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം പോപ്പിംഗ് ജോണിനെയാണ്. പോപ്പിംഗ് ജോൺ എന്റെ ഐഡന്റിറ്റി അനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഒരാള്. ഞാൻ അവിടെ തപ്പേര് അദ്ദേഹത്തെ തന്നെയാണ് കിട്ടണത്. അതാണ് എനിക്കാണ് പോകുള്ളൂ, ഞാൻ അവിടേക്ക് എത്തുള്ളൂ. ഞാൻ അല്ല 92 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തതിനു ശേഷം പിന്നെ ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് 2020-ലാണ് പിന്നെ ചെയ്തത്. എവിടെയായിരുന്നു? അതില്ല, ബ്രേക്ക് ഡാൻസ് ഇല്ല, അസ്തമിച്ചു. നമ്മുടെ തൃശ്ശൂരും ഇല്ല, അതിനെ പറ്റി ചിന്ത തന്നെ ഇല്ല ആൾക്കാർക്കില്ല. പിന്നെ ബ്രേക്ക് ഡാൻസ് ഷൾട്ട് എന്ന ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ പിന്നെ എന്റെ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിന് കീഴടങ്ങാന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്റെ പോളിഷിങ്, പെയിന്റിങ്ങിന്റെ വർക്ക് എടുത്ത് നടക്കുന്നു. അങ്ങനത്തെ ബ്രേക്ക് ഡാൻസിന് ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുത്തു. ഒളിമ്പിക്സിൽ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. അപ്പോ കുറച്ച് ഒളിമ്പ്യന്മാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണ്ടേ ഷെൽട്ടൻ ചേട്ടാ? വരട്ടെ, പിള്ളേര് വരട്ടെ, പഠിക്കാൻ താല്പര്യം നമുക്ക് അങ്ങോട്ട് എത്തിക്കാം. പഠിപ്പിക്കാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഗ്രാൻഡ് മാസ്റ്റർ ആവാൻ ഇവിടെ ഒരാളുണ്ട്, നോക്കി വെച്ചോളൂ, പേര് മറക്കണ്ട. ഷെൽട്ടൻ തൃശ്ശൂര്. പഠിപ്പിക്കാൻ ആള് റെഡിയാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒളിമ്പ്യൻസിനെ റെഡിയാക്കി എടുക്കാന്ന് 100% കോൺഫിഡൻസിലാണ് മൂപ്പര് പറയണത്. എന്തായാലും ചേട്ടാ കലക്കി പൊളിച്ചു. അപ്പൊ ഇനി ബ്രേക്ക് ഡാൻസ് ഇനി ഉണ്ടാവും കൂടെ? ബ്രേക്ക് എടുക്കില്ലല്ലോ? അനുവദിക്കണം, അത്ര പറയാനുള്ളൂ. എന്തായാലും സന്തോഷം. ചേട്ടന്റെ സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ട് കിളി പോയിരിക്കാണ്. അപ്പൊ ടൺ കണക്കിന് ഫൺ.